കാട്ടിലൂടെ വേഗത്തിൽ ഓടുന്ന നിക്കി രണ്ടുപേരെ കണ്ടപ്പോൾ അവൾ നിലത്ത് ബോധം കെട്ടു വീണു. അവരോട് പാരാ എന്ന് അവൾ പറഞ്ഞു. പൗലോ ഒരു ധനികനായ ആൾക്ക് കാപ്പി കൊടുക്കുന്നു. നിക്കിയും അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. അവൾക്ക് സമ്മാനമായി ഒരു ബ്രേസ്ലെറ്റ് നൽകുന്നു അയാൾ. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു തുടങ്ങി. പൗലോ വന്ന് അയാൾ മരിച്ചുവെന്ന് ഉറപ്പാക്കി. നിക്കി എഴുന്നേറ്റ് നിന്ന് താക്കോലുള്ള അയാളുടെ മാല എടുത്തു. അവർ ലോക്ക് തുറന്ന് അതിൽ നിന്ന് ഒരു പാവയെ പുറത്തെടുക്കുന്നു. അവർ രണ്ടുപേരും ലോസ് ഏഞ്ചൽസ് പോകാൻ തീരുമാനിച്ചു. പൗലോ ബാഗിൽ നിന്ന് ഒരു ഗം പായ്ക്ക് എടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ വിമാനം തകർന്നു ഒരു ദ്വീപിൽ വീണു. പാവ ഉണ്ടായിരുന്ന ബാഗ് അവർക്ക് നഷ്ടപ്പെട്ടു. അവർ ദ്വീപിൽ പാവയെ മുഴുവൻ തിരയാൻ തുടങ്ങി. പൗലോ വെള്ളച്ചാട്ടത്തിൽ തിരയാൻ തുടങ്ങി. ബാഗ് വെള്ളത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തി. പക്ഷേ അവൻ അത് ഒളിപ്പിച്ചു. നിക്കിയോട് ബാഗിനെക്കുറിച്ച് പറഞ്ഞില്ല. അയാൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറി പാവയെ പൊട്ടിച്ച് പാവയുടെ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയ പാക്കറ്റ് ഒളിപ്പിച്ചു. നിക്കിയും പൗലോയും ബീച്ച് സൈഡിൽ ഇരുന്ന് സംസാരിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പൗലോ എഴുന്നേറ്റ് നടന്നുപോയി. അവൻ ഇരുന്ന സ്ഥലത്ത് നിക്കി ഒരു ഗം പാക്കറ്റ് കണ്ടു. നിക്കി തന്റെ സുഹൃത്തായ ഒരു സുവോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോയി അവന്റെ ശേഖരത്തിൽ നിന്ന് ഒരു വിഷമുള്ള ചിലന്തിയെ മോഷ്ടിച്ചു. അതിനുശേഷം അവൾ പൗലോയെയും കൂട്ടിക്കാട്ടിലേക്ക് നടക്കാൻ പോകുന്നു. അവളുടെ മുഖം മാറി. അവൾ അവനു ഗം പാക്കറ്റ് കാണിച്ചു കൊടുത്തു. അവൻ തന്നെ പറ്റിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ചിലന്തി അടങ്ങിയ കുപ്പി തുറന്ന് അവന്റെ മേൽ എറിഞ്ഞു. ചിലന്തി അവനെ കടിച്ചു. അത് അവനെ 8 മണിക്കൂർ വരെ തളർത്തു. അവൾ പാക്കറ്റ് പരിശോധിക്കാൻ തുടങ്ങി. അതിനുള്ളിലെ ഡയമണ്ട് കണ്ടെത്തുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ആ സ്ഥലത്തേക്ക് കൂടുതൽ ചിലന്തികൾ വന്നു. അവയിലൊന്ന് നിക്കിയെ കടിച്ചു. നിക്കി വളരെ വേഗത്തിൽ ഓടി ആളുകളെ കണ്ടെത്തി. പക്ഷേ അവൾക്ക് കാര്യം വിശദീകരിക്കാൻ സമയം ലഭിച്ചില്ല. നിക്കിയും പൗലോയും മരിച്ചതായി അവർ കരുതുന്നു. സോയർ ഡയമണ്ട് കണ്ടെത്തി അവരുടെ ശരീരത്തിന് മുകളിൽ എറിഞ്ഞു. അവരെ അടക്കം ചെയ്യാൻ തുടങ്ങി. നിക്കിയും പൗലോയും ജീവിച്ചിരിപ്പുണ്ടെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അവരെ ജീവനോടെ കുഴിച്ചിട്ടു.